ഈക്വാലിറ്റി റെസിസ്റ്റൻസ് കാണാൻ വേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിട്ടുള്ളതാണ്. അതെങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ സർക്യൂട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എയുടെയും ബിയുടെ ഇടയ്ക്ക് രണ്ട് റെസിസ്റ്റൻസുകളുണ്ട്. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്ക് ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ട് ഒരു പോയിന്റ് ഇല്ല. എ കണക്ട് ചെയ്തിരിക്കുന്നത് ആറിനോടാണ്. എന്നാൽ ബി എന്ന് പറയുന്നത് ഡയറക്റ്റ് കണക്ട് ആയിട്ടുള്ള പോയിന്റാണ് ഇത്. അപ്പോൾ ഈ പോയിന്റിലും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കാം. ഓക്കെ, അപ്പോൾ ബിയിലുള്ള അതേ എൻവയോൺമെന്റ് തന്നെയാണ് ഈ ബിയിലുള്ളത്, ഈ പോയിന്റിലുള്ളത്. അതുകൊണ്ട് ഇത് നമുക്ക് ബി എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഈ ബിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അതും എന്താണ്, നമുക്ക് ബി എന്ന് വിളിക്കാം. എന്നാൽ ഈ പോയിന്റ് ഒരു പുതിയ പോയിന്റാണ്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി ആയിട്ടോ എ ആയിട്ടോ ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് അല്ല. അതുകൊണ്ട് ഇത് പുതിയ പോയിന്റ് ആയതുകൊണ്ട് അതിന് എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് എങ്ങനെ തന്നാലും ശരി, ഇതിൽ മെയിൻലി 3 പോയിന്റേ ഉള്ളൂ, എയും എക്സും ബിയും. അപ്പോൾ ഞാൻ 3 പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ എ ഉണ്ട്, പിന്നെ ബി ഉണ്ട്, പിന്നെ എക്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കും എക്സിനും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ആണുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു റെസിസ്റ്റൻസ് ഇതിനെ എന്ന് വിളിച്ചു, ഇതിന് എക്സ് എന്ന് വിളിച്ചു. എക്കും എക്സിനും ഇടയിൽ ഒരു റെസിസ്റ്റൻസ്. അടുത്തത് എന്താണ്, എക്സും ബിയും. ഇത് ബി ആണ്, ഇത് ബി ആണ്, ഇത് ബി ആണ്. എക്സും ബിയും തമ്മിൽ 3 റെസിസ്റ്ററുകളുണ്ട്. 1, 2, 3. കാരണം ഇതും ബി തന്നെയാണ്, ഇതും ബി തന്നെയാണ്, ഇതും ബി തന്നെയാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് 3 റെസിസ്റ്ററുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റർ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു, രണ്ടാമത്തെ റെസിസ്റ്റർ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു, മൂന്നാമത്തെ റെസിസ്റ്റർ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാറാണ്, 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 ഇതാറാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയിൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ 3 ആറുകളും പാരലാണ്. ഈ 3 ആറിൻ്റെയും നെറ്റ് റെസിസ്റ്റൻസ് കണ്ടെത്തിയിട്ട് അതും ഈ ആറും തമ്മിൽ സീരീസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഈ എ ബി എന്ന് പറയുന്ന ഈ പോയിന്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇത് ആറാണ്, എയിൽ നിന്ന് എക്സിലേക്ക്. എക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, ഇതിൻ്റെ 3ൻ്റെയും പാരലൽ കണക്ഷനാണ്. നമുക്കറിയാം സീരീസ് കണക്ഷനിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പാരലൽ കണക്ഷനിൽ റെസിപ്രോക്കൽ എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/, ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1/r പ്ലസ് 1/r ആണ്. എന്ത് ഇവിടുത്തെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആർ ഇക്വാലന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1/r പ്ലസ് 1/r പ്ലസ് 1 പറയുന്നത് 3/r ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/r EQ ആണ്. അപ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് R EQ എന്ന് പറയുന്നത് എന്താണ്, R/3 ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി മുതൽ നമുക്ക് ഇത് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത് R/3. അതുകൊണ്ട് ഇതിനെ R/3 എന്ന് വിളിക്കാം. അങ്ങനെ ഈ R/3 ആറും തമ്മിൽ സീരീസ് ആയതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ R പ്ലസ് R/3 എന്ന് വിളിക്കാം. എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്താണ് R പ്ലസ് R/3 എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്ന സമയത്ത് R × 1 പ്ലസ് 1/3 എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ 3 + 1 4 / 3 എന്ന് വിളിക്കാം. അപ്പോൾ 4/3 R ആണ് ഇതിന് നെറ്റ്.